നമസ്കാരം. ഇൻഫർമേഷൻ മീഡിയയുടെ പുതിയൊരു വീഡിയോസിലേക്ക് എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. പെൻഷൻ സംബന്ധമായിട്ടുള്ള ഒന്ന് രണ്ട് കാര്യങ്ങളെക്കുറിച്ചാണ് നോക്കാൻ പോകുന്നത്. ഇപ്പോൾ ലഭിച്ചുകൊണ്ടിരിക്കുന്ന 1600 രൂപയ്ക്ക് പകരം പെൻഷൻ മണം കൂടുന്നുണ്ടോ? അതുപോലെ തന്നെ മെയ് മാസത്തിൽ പെൻഷൻ എങ്ങനെയാണ് ലഭിക്കുക? കുടിശ്ശിക എന്നാണ് ലഭിക്കും? അതുപോലെ തന്നെ 2025 മസ്റ്ററിംഗ് സംബന്ധമായിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ചും ഇതിനെക്കുറിച്ചെല്ലാം നോക്കാം. അതിനു മുമ്പായി ഇൻഫർമേഷൻ മീഡിയയുടെ വീഡിയോസ് നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നമ്മുടെ ചാനലിൽ ഒരു തരത്തിലുള്ള രാഷ്ട്രീയ കാര്യങ്ങളും വരുന്നതല്ല. ഗവൺമെൻറ്റിന് ലഭിക്കുന്ന സേവനങ്ങൾ, ആനുകൂല്യങ്ങൾ, അറിയിപ്പുകൾ എന്നിവയെക്കുറിച്ച് മാത്രമായിരിക്കും വീഡിയോസുകൾ വരുന്നത്. ശ്രദ്ധിക്കുക, ഒരുപാട് ആളുകൾ പഴയ വീഡിയോസുകൾ കണ്ട് ആനുകൂല്യങ്ങൾ ഇപ്പോൾ നിലവിലില്ല, ഞങ്ങൾ അറിഞ്ഞില്ല, അങ്ങനെ പല കാര്യങ്ങളും നമ്മുടെ കമൻറ്റ് ബോക്സിൽ ചോദിക്കാറുണ്ട്. നമ്മൾ വീഡിയോ ചെയ്യുന്ന ദിവസത്തെ അറിയിപ്പുകളാണ് നിങ്ങൾക്ക് ലഭിക്കുന്നത്. ഗവൺമെൻറ് അറിയിപ്പുകളും സേവനങ്ങളും എപ്പോൾ വേണമെങ്കിലും പുതിയ മാറ്റങ്ങൾ വരാം. അതുകൊണ്ട് തന്നെ ഏറ്റവും പുതിയ അറിയിപ്പുകൾ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് മറ്റു കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ കൂടി ക്ലിക്ക് ചെയ്യുക. ഫേസ്ബുക്കിലാണ് വീഡിയോ കാണുന്നതെങ്കിൽ ചാനൽ ഫോളോ ചെയ്യാൻ കൂടി മറക്കരുത്. പെൻഷൻ ലഭിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾക്ക് മെയ് മാസത്തിൽ 1600 രൂപ പെൻഷന് പുറമെ കഴിഞ്ഞ വർഷത്തെ 3 മാസത്തെ കുടിശ്ശികയിൽ 1 മാസത്തെ കുടിശ്ശികയായ 1600 രൂപ കൂടി ഈ മാസം 25-ാം തീയതിക്ക് മുമ്പായി തന്നെ 22-ാം തീയതി 23-ാം തീയതി അവരുടെ അക്കൗണ്ടുകളിൽ എത്തുന്നതാണ്. കഴിഞ്ഞ മാസങ്ങളിലും അതിന് മുൻപത്തെ മാസങ്ങളിലെല്ലാം ഇപ്പോൾ കറക്റ്റായി തന്നെ പെൻഷൻ ലഭിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അങ്ങനെയുള്ള ആളുകൾക്കാണ് ഇപ്പോൾ പെൻഷൻ കറക്റ്റായി തന്നെ അവരുടെ അക്കൗണ്ടിൽ ഈ മാസം അവസാനത്തോടെ തന്നെ എത്തിച്ചേരുന്നത്. 2 പെൻഷനും ഒരുമിച്ചായിരിക്കും അവരുടെ അക്കൗണ്ടുകളിൽ എത്തുക. എന്നാൽ അപൂർവം ചില ആളുകൾക്ക് കേന്ദ്ര സർക്കാരിൽ നിന്നുള്ള പെൻഷൻ കുടിശ്ശിക ബാലൻസ് ഉണ്ട്. അത് 400-300 രൂപ എന്നിങ്ങനെയാണ് അവർക്ക് ലഭിക്കുന്നത്. അതുകൊണ്ട് തന്നെ അവർക്ക് ഈ 600 രൂപ വേറെ മറ്റൊരു ദിവസമായിരിക്കും അവരുടെ അക്കൗണ്ടുകളിൽ എത്തുക. അങ്ങനെയുള്ള ആളുകൾക്ക് 2600 ആയിരിക്കും ആദ്യ ദിവസങ്ങളിൽ തന്നെ അവരുടെ അക്കൗണ്ടിൽ എത്തുന്നതെന്നാണ് ഇപ്പോൾ അറിയാൻ സാധിക്കുന്നത്. അതുപോലെ തന്നെ നമ്മൾ കഴിഞ്ഞ വീഡിയോസിൽ പറഞ്ഞിരുന്നു 2025 മസ്റ്ററിങ്ങുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ. ആഗസ്റ്റ്, സെപ്റ്റംബർ മാസങ്ങളിലായിരിക്കും മസ്റ്ററിങ് ഉണ്ടായിരിക്കുക. നമ്മൾ ഇത്രയും കാലം കണ്ടതുപോലെയുള്ള മസ്റ്ററിങ് ആയിരിക്കും ചിലപ്പോൾ ഇനി വരാൻ പോകുന്നത്. അതിന് ഒരു ആപ്ലിക്കേഷൻ പുറത്തിറക്കുമെന്നാണ് ഇപ്പോൾ സർക്കാരിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന സൂചനകൾ. നമുക്കറിയാം, മഞ്ഞ, ചുവപ്പ് റേഷൻ കാർഡുള്ള ആളുകൾ കഴിഞ്ഞ വർഷത്തിലായിരുന്നു മസ്റ്ററിങ് പൂർത്തിയാക്കിയത്. ആ സമയങ്ങളിൽ സർക്കാർ ഒരു ആപ്ലിക്കേഷൻ പുറത്തിറക്കിയിരുന്നു. അതിൽ നമ്മുടെ റേഷൻ കാർഡ് നമ്പർ അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ അത് ലിങ്ക് ചെയ്ത എല്ലാവരുടെയും പേര് അവിടെ കാണുമായിരുന്നു. അതിൽ കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ ആധാറിൽ ലിങ്ക് ചെയ്ത ഫോണിലേക്ക് ഒരു OTP വരികയും പിന്നീട് നമ്മൾ ഫോട്ടോ എടുക്കുകയും ചെയ്തു കഴിഞ്ഞാൽ മസ്റ്ററിങ് പൂർത്തിയാക്കാൻ സാധിച്ചിരുന്നു. അതുപോലെ ഒരു ആപ്ലിക്കേഷനായിരിക്കും ചിലപ്പോൾ വരിക. ഇതൊന്നും ഔദ്യോഗികമായ ഒരു അറിയിപ്പും വരെ ലഭിച്ചിട്ടില്ല. നമ്മൾ ലഭിക്കുന്ന സൂചനകളിൽ നിന്നാണ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ പറയുന്നത്. ഏതായാലും ആപ്ലിക്കേഷൻ മുഖാന്തരമായാലും ശരി, അല്ലെങ്കിൽ നമ്മൾ അക്ഷയ കേന്ദ്രങ്ങളിൽ നിന്ന് വിരൽ പതിപ്പിക്കുന്ന രീതിയായാലും ശരി, ആധാർ അനിശ്ചിതമാക്കിയാണ് ഈ മസ്റ്ററിങ് എല്ലാം നടക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മുടെ ആധാർ കാർഡ് ക്ലിയറാക്കി വെക്കുക എന്നുള്ളതാണ് നമ്മൾ ആദ്യമായി ചെയ്യേണ്ടത്. മസ്റ്ററിങ് നമ്മൾ ഒരുങ്ങുന്നതിന് മുമ്പായി തന്നെ നമ്മൾ ആധാർ കാർഡ് ക്ലിയറാക്കി വെക്കുക. ആ സമയങ്ങളിൽ നമ്മൾ ആധാർ കാർഡ് ക്ലിയറാക്കാൻ നിന്ന് കഴിഞ്ഞാൽ മസ്റ്ററിങ്ങിൻ്റെ കാലാവധി 40 ദിവസമോ 1 മാസമോ ആയിരിക്കും മസ്റ്ററിങ് കാലാവധി ഉണ്ടായിരിക്കുക. നമ്മൾ ആധാറിന് കൊടുത്തു കഴിഞ്ഞാൽ ആധാർ ലഭിക്കണമെങ്കിൽ ഇപ്പോൾ 2 മാസത്തിന് മേലെ പിടിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ആധാർ കാർഡ് ആദ്യം ക്ലിയറാക്കി വെക്കുക. എങ്കിൽ മസ്റ്ററിങ് വരുന്ന സമയം നമുക്ക് ബുദ്ധിമുട്ടില്ലാതെ മസ്റ്ററിങ് പൂർത്തിയാക്കാൻ സാധിക്കും. അതുപോലെ തന്നെ മറ്റൊരു കാര്യമാണ് പെൻഷൻ പണം കൂടുന്നതിനെക്കുറിച്ച്. നമുക്കറിയാം, നമ്മൾ എല്ലാ ആളുകളും പ്രതീക്ഷിച്ചിരുന്നു കഴിഞ്ഞ ബജറ്റിൽ പണം കൂടുമെന്നുള്ളത്. അന്ന് സർക്കാർ പറഞ്ഞൊരു കാര്യം ഉണ്ടായിരുന്നു, പെൻഷൻ പണം കൂട്ടാൻ ബജറ്റിൽ അവതരിപ്പിക്കണമെന്നില്ല, പിന്നീട് നയപരമായ തീരുമാനമെടുത്താൽ മതി എന്നുള്ളത്. ഈ സർക്കാരിൻ്റെ ഇപ്പോഴത്തെ കാലാവധി അവസാനിക്കാൻ ഇനി 8 മാസം കൂടി മാത്രമാണ് കാലാവധി ഉള്ളത്. അതുപോലെ തന്നെ പഞ്ചായത്ത് ഇലക്ഷനും ഇനി 4-5 മാസത്തിനപ്പുറം പഞ്ചായത്ത് ഇലക്ഷൻ നടക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു മാസത്തിൻ്റെ അവസാനത്തിൽ അല്ലെങ്കിൽ അടുത്ത മാസത്തിൽ ആദ്യത്തിലോ ഇങ്ങനെ ഒരു പ്രഖ്യാപനം ഉണ്ടാകുമെന്നാണ് ഇപ്പോൾ അറിയാൻ സാധിക്കുന്നത്. 1600 രൂപയ്ക്ക് പകരം 1750 രൂപയായി കൂട്ടാനാണ് ഇപ്പോൾ സർക്കാർ ആലോചിക്കുന്നത്. ഏതായാലും വരും ദിവസങ്ങളിൽ തന്നെ ഇതിൻ്റെ കൂടുതൽ വിവരങ്ങൾ അറിയാൻ സാധിക്കും. വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇതുപോലത്തെ ഇൻഫോർമേറ്റീവ് വീഡിയോ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് മറ്റു കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക.